പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വന്നിറങ്ങും. അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ക്ഷേത്ര പരിസരത്തേക്ക് വന്നിറങ്ങുകയാണ്. ക്ഷേത്ര പരിസരത്തുള്ള ഹെലിപാഡിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി വന്നിറങ്ങും. പ്രമുഖരുടെ നീണ്ട നിര അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സന്നിഹിതരാകാൻ, സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ബോളിവുഡിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ അവിടെ എത്തുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട 7000 അതിഥികളിൽ ഏതാണ്ട് മുഴുവൻ പേരും തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തുകയാണ്. LK അഡ്വാനിയുടെ അസാന്നിധ്യം ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയ രാമജന്മഭൂമി പോരാട്ടങ്ങൾക്ക് BJPക്ക് മുന്നിൽ നിന്നിരുന്ന് നേതൃത്വം വഹിച്ച LK അഡ്വാനി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടില്ല. അതിശൈത്യം കാരണം, ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നൊരു വിശദീകരണം വരുന്നുണ്ട്. ഏതായാലും പലതരത്തിലുള്ള വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. LK അഡ്വാനിയെ ക്ഷണിച്ചിരുന്നുവെന്നും ഇല്ല എന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും LK അഡ്വാനി ഈ സവിശേഷ ദിനത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വാർത്ത. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഹെലിപാഡിൽ വന്നിറങ്ങും. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട് അയോധ്യയിൽ നിന്ന്. ആർക്കെയും പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. എപ്പോഴാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആയിരക്കണക്കിന് ആളുകളാണ് ഈ അയോധ്യയുടെ പല മേഖലകളിലും എത്തിയിരിക്കുന്നത്. അവർ ഈ റോഡിന് ഇരുവശവും പലയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് മാർഗത്തിലുള്ള വരവ് ആ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം അങ്ങനെ വന്നാൽ അവിടെയൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടിവരും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അങ്ങനെ വന്നാൽ അവിടെയൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടിവരും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അയോധ്യ രാമക്ഷേത്രത്തിന് സമീപത്തുള്ള ഹെലിപാഡ് ഇതിന് സജ്ജമാക്കുന്ന വിധത്തിൽ മാറ്റിയതും NSGയുടെ ഭാഗത്ത് നിന്നുള്ള അനുമതി അടക്കം രാത്രിയോടുകൂടി ലഭ്യമാക്കിയതും തുടർന്ന് അദ്ദേഹം അല്പസമയത്തിനകം അവിടേക്ക് എത്താൻ പോവുകയും ചെയ്യുന്നത്. അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഹനുമാൻഗഡി ക്ഷേത്രത്തിലേക്ക് ആയിരിക്കും. അവിടെ അദ്ദേഹം സന്ദർശനം നടത്തും. ഇതിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത്, ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യൻ ശൈലിയിലാണ്. പക്ഷേ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉത്തരേന്ത്യൻ ശൈലിക്കൊപ്പം ദക്ഷിണേന്ത്യൻ ശൈലിയും സംയോജിപ്പിക്കാനായിട്ട് നടത്തിയിരിക്കുന്ന ശ്രമങ്ങളാണ്. അതിൽ ഈ ട്രസ്റ്റ് പല ഘട്ടങ്ങളിലും അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യൻ ശൈലിയിൽ സാധാരണയല്ലാത്തതാണ് പർക്കോട്ട എന്നാൽ നമ്മുടെ ചുറ്റമ്പലം സാധാരണഗതിയിൽ ഉണ്ടാവുക. ഈ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളിലാണ് ആ വിധത്തിലുള്ള ഈ പർക്കോട്ടകൾ ഉണ്ടാവുക. രാമക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പർക്കോട്ട നിർമ്മിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിവിപുലമായിട്ടുള്ള ഒരു പർക്കോട്ടയാണ് രാമക്ഷേത്രത്തിൽ ഉയരുന്നത്. ഇത് ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധ്യക്ഷൻ വിശദീകരിച്ചത് ഈ പർക്കോട്ട ഒരു സംരക്ഷണ കവചമായി ക്ഷേത്രത്തിന് ഉണ്ടാകും എന്നുള്ളതാണ്. ദക്ഷിണ ഉത്തര ഇന്ത്യകളുടെ ഒരു സംയോജനം എന്ന രീതിയിൽ തന്നെ ഈ പർക്കോട്ട കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ദക്ഷിണേന്ത്യൻ ശൈലിയെ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്ന് വിഗ്രഹം തന്നെയാണ്. ആ വിഗ്രഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ല് അത് കൊണ്ടുവന്നിരിക്കുന്നത് കർണാടകത്തിൽ നിന്നാണ്. വിഗ്രഹം ഉണ്ടാക്കിയ ശില്പി അദ്ദേഹവും കർണാടകയിൽ നിന്നുള്ള ആളാണ്. അങ്ങനെ ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്നുള്ള സംഭാവനകൾ വളരെ വലിയ രീതിയിൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൂടി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മാത്രം, അതായത് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ മാത്രം പതിവുള്ള ഒന്നാണ് ഈ മണ്ഡല ആചരണം. ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നാൽ നാളെ മുതലുള്ള 48
8 ദിവസം. സാധാരണഗതിയിൽ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 41 ദിവസമാണ്. ശബരിമലയിലാണ് ഈ മണ്ഡലം കൂടുതൽ ആചരിക്കുന്നത്. എന്നാൽ നാളെ മുതലുള്ള 48 ദിവസം അയോധ്യയിൽ മണ്ഡലകാലമായി ആചരിക്കുകയാണ്. അത് വലിയ ഒരു പ്രധാനപ്പെട്ട ദിവസം അയോധ്യയിൽ മണ്ഡലകാലമായി ആചരിക്കുന്നു എന്ന അതൊരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറുന്നുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പോൾ RK പൂങ്കുന്നത്തെ സീതാരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. സൂരജ് സജി തൃശൂർ പൂങ്കുന്നം സീതാരാമ ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. സൂരജ്, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ പൂങ്കുന്നത്തെ സീതാരാമ ക്ഷേത്രത്തിൽ ഇതിനോടനുബന്ധിച്ച് എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്? ഗോപികൃഷ്ണൻ, പൂങ്കുന്നത്ത് മാത്രമല്ല തൃശ്ശൂരിലെ വിവിധ രാമക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങൾ അത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. ഭജനയുണ്ട്, അതോടൊപ്പം തന്നെ രാമായണ പാരായണം, അങ്ങനെ തുടങ്ങി പ്രത്യേക പൂജകൾ വരെ പല ക്ഷേത്രങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പൂങ്കുന്നം ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ രാമായണ പാരായണം നടക്കുകയാണ്. രാവിലെ പ്രഭാത പേര് മുഴക്കി അതോടൊപ്പം തന്നെ കർസേവകരെ എല്ലാവരെയും ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ഈ രാമായണ പാരായണമാണ്. അതിനുശേഷം ഭജന, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള തത്സമയ ദൃശ്യങ്ങൾ, അതായത് അതിന്റെ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങൾ ഈ ഭക്തർക്ക് കാണാനുള്ള സൗകര്യം വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഹൈന്ദവ സംഘടനകളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇത്തരം ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഈ വൈകുന്നേരം ഈ ദീപം തെളിയിക്കലുണ്ട്. അതായത് ഈ പറയുന്നത് ഏറ്റവും വലിയ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചിരാത് കൊണ്ടുള്ള ദീപം തെളിയിക്കലായിരിക്കും ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വൈകുന്നേരം ഈ ദീപം തെളിയിക്കൽ ചടങ്ങുകൾ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടുകൂടിയായിരിക്കും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്ക് ഈ വിവിധ ക്ഷേത്രങ്ങളിൽ സമാപനമാവുക. എന്തായാലും നമ്മളോടൊപ്പം ഈ ക്ഷേത്രത്തിലെ ചുമതലക്കാരൻ കൂടി ചേരുകയാണ്. ഇദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവ് കൂടിയാണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാമായണ പാരായണമാണ്. ഈ രാമായണ പാരായണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭജന ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 5:45 തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഒരു മഹാപരിക്രമയുണ്ടായിരുന്നു. രാമമന്ത്രം ജപിച്ചുകൊണ്ട് മഹാപരിക്രമയുണ്ടായിരുന്നു. അതിനുശേഷം 9:45 10 മണിയോടുകൂടി നമ്മുടെ ഹനുമാൻ, ഈ പറയുന്ന 55 അടി 60 അടി ഹൈറ്റുള്ള ഹനുമാൻ്റെ മുന്നിൽ നിരവധി അമ്മമാരും ഭക്തരും കൂടി നമ്മുടെ ഹനുമാൻ ചാലീസ ചൊല്ലി, ഹനുമാൻ ചാലിക്ക് ശേഷം അവിടെ അയോധ്യ കർസേവരായിട്ടുള്ള 7 രാമഭക്ത സീതാരാമ ക്ഷേത്രത്തിൽ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ വിവരങ്ങളായിരുന്നു സൂരജ് സജി നൽകിയത്. വീണ്ടും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അല്പസമയത്തിനകം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. അയോധ്യയിലെ തെരുവീഥികളൊക്കെ തന്നെ രാമമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കുന്നു. വർണ്ണാഭമായ കാഴ്ചകളാണ് എങ്ങുമുള്ളത്. പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട വീഥികളിൽ സന്യാസിമാർ, അതോടൊപ്പം തന്നെ തീർത്ഥാടകർ, ഭക്തർ എന്നിവർക്കൊപ്പം വലിയ താരനിരയും ഇന്ന് ഈ അനശ്വര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തുകയാണ്. പ്രധാനമന്ത്രി അയോധ്യയിലെ വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഹെലിപാഡിൽ വന്നിറങ്ങും. അതിനുശേഷമാണ് ക്ഷേത്ര ചടങ്ങുകളിലേക്ക് കടക്കുക. പ്രധാനമന്ത്രി ആണ് ഈ ചടങ്ങിലെ മുഖ്യ യജമാനൻ. അദ്ദേഹം 10:40 ആയപ്പോഴാണ് അയോധ്യയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സരയൂ നദിയിൽ പ്രധാനമന്ത്രി സ്നാനം ചെയ്ത ശേഷമായിരിക്കുമോ ചടങ്ങുകൾക്ക് അദ്ദേഹം എത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് ഈ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള 7000-ഓളം പേരിൽ പ്രത്യേക ക്ഷണിതാക്കളിൽ, അതിഥികളിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിട്ടുണ്ട്. 1 മണി തൊട്ട് 2 മണി വരെയുള്ള സമയത്താണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന വേദിയിൽ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. ഏതായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു അവിസ്മരണീയ മുഹൂർത്തമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതേസമയം LK അഡ്വാനിയുടെ അസാന്നിധ്യവും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. അതിശൈത്യം കാരണം, ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് LK അഡ്വാനി ചടങ്ങിൽ എത്താതിരുന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം രഥയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ സാരഥിയായിരുന്ന LK അഡ്വാനിയുടെ അസാന്നിധ്യത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതും സംശയത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ വിശിഷ്ട ചടങ്ങുകളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. 12:29 മുതൽ 31 വരെയുള്ള 84 സെക്കൻഡാണ് ഈ ചടങ്ങിലെ ഏറ്റവും അതിവിശിഷ്ടം എന്ന്
വിശേഷിപ്പിക്കാവുന്ന മുഹൂർത്തം. ആ സമയത്താണ് വൈദിക വിധിപ്രകാരം മൂർത്തിയിൽ ദേവചൈതന്യം പകർന്നു നൽകുന്ന സന്ദർഭം. ഇപ്പോഴുള്ള രാമലല്ല അല്ലെങ്കിൽ 5 വയസ്സുള്ള കുമാരനായ ശ്രീരാമൻ്റെ രൂപത്തിൽ ഇപ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലാണ്. ചൈതന്യം പകർന്നു കഴിഞ്ഞാൽ, പ്രാണൻ നൽകിക്കഴിഞ്ഞാൽ ആദ്യം രാമലല്ല കാണുക. ബാലനായ രാമൻ സ്വന്തം രൂപത്തെ കാണാൻ വേണ്ടി മുന്നിൽ ഒരു ദർപ്പണം, ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ചടങ്ങുകളിലേക്ക് കടക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അയോധ്യയിൽ നിന്ന്. വിജയകുമാർ, പ്രധാനമന്ത്രി അല്പസമയത്തിനകം അല്ലേ ഹെലികോപ്റ്ററിൽ ക്ഷേത്ര പരിസരത്ത് വന്നിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? സരയൂ നദിയിൽ സ്നാനം ചെയ്ത ശേഷമായിരിക്കുമോ ഈ ചടങ്ങിലെ മുഖ്യ യജമാനനായ പ്രധാനമന്ത്രി ചടങ്ങുകളുടെ ഭാഗമാകാൻ പോകുന്നത്? എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇപ്പോഴുണ്ട്? പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അയോധ്യയിലേക്കുള്ള ക്ഷേത്ര പരിസരത്തേക്കുള്ള യാത്രയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ സമയക്രമം അനുസരിച്ചാണെങ്കിൽ 10:58 എത്തേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങും എന്ന് തന്നെ കരുതുന്നു. പ്രധാനമന്ത്രി അതിനുശേഷം സരയൂ ദർശനം നടത്തിയേക്കുമെന്നാണ് സൂചന. അതിൽ ഇപ്പോഴും ഉറപ്പില്ല. സരയൂ ദർശനത്തിന് ഏതാനും മിനിറ്റുകൾ അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാമേശ്വരം, ധനുഷ്കോടിയൊക്കെ പോയപ്പോൾ അവിടുത്തെ ഈ സ്നാനഘട്ടങ്ങൾ സന്ദർശിക്കുകയും അവിടെ സ്നാനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും സരയൂ ഘട്ടിലേക്ക് അദ്ദേഹം പോയേക്കുമെന്നാണ് ഇപ്പോഴും വിവരം ലഭിക്കുന്നത്. അതിനുശേഷം 11:45 തിരികെ ക്ഷേത്രത്തിലെത്തുകയും പിന്നീട് ഏതാണ്ട് 2 മണി വരെ, 2:15 വരെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം ഒരു കുബേർ ഒരു ശിവക്ഷേത്രം കൂടി ഇതിന് സമീപത്തുണ്ട്. അവിടെയും അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട്. 1 മണി മുതൽ 2 മണി വരെയാണ് ഗോപി പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവിടെ ഉണ്ടാവുക. നമുക്കറിയാം അതിൽ വളരെ രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നില്ല. തന്നെയുമല്ല, പ്രധാനമന്ത്രി തന്നെയല്ല മറ്റ് BJP നേതാക്കളൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ പരമാവധി ഒഴിവാക്കുകയായിരുന്നു. BJPയുടെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ പോലും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നത് കണ്ടില്ല. പ്രധാനമന്ത്രി ഒരു വ്രതത്തിലാണ്. അതുകൊണ്ട് ഈ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്തരീക്ഷത്തിന് കോടി കുറയുന്ന തരത്തിലുള്ള വിമർശനങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം BJP എല്ലാവർക്കും നൽകിയിരുന്നു. അതുകൂടാതെ BJPയുടെ വക്താക്കൾക്കും അത് പ്രത്യേകം നൽകിയിരുന്നു. ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളിൽ പോലും BJP അഗ്രസീവായ സ്വഭാവം ഈ ദിവസങ്ങളിൽ കാണിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കണ്ട ഒരു മുതിർന്ന ഒരു ഉത്തരേന്ത്യൻ മാധ്യമ പ്രവർത്തകൻ പറയുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഈ പ്രാണപ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങായി മാത്രം മാറ്റിയാൽ മതി, അതിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന കർശന നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ BJP നേതാക്കൾക്കൊക്കെ നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ BJPയുടെ പതാകകളുമായി ആരും ഇവിടേക്ക് വരരുത് എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. നമ്മൾ ഈ അയോധ്യ നഗരത്തിൽ വന്ന് കണ്ടപ്പോൾ ഗോപി കാണാൻ കഴിഞ്ഞത് ഈ കാവി പതാകകൾ, ഇവിടുത്തെ പരമ്പരാഗത കാവി പതാകകൾ ശ്രീരാമന്റെയും ഹനുമാന്റെയും ഒക്കെ ചിത്രമാലേഖനം ചെയ്ത ജയ് ശ്രീറാം എന്ന് എഴുതിയ കാവി പതാകകളാണ് നഗരത്തിലാകെയുള്ളത്. അല്ലാതെ രാഷ്ട്രീയ സ്വഭാവമുള്ള BJPയുടെ പതാകകൾ ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു ഏതെങ്കിലും തരത്തിലൊരു സംഘപരിവാർ പരിപാടിയായി അതിനെ മാറ്റരുത്. അങ്ങനെ മാറ്റുന്നു എന്നതാണ് കോൺഗ്രസ് ഉയർത്തിയ ഏറ്റവും വലിയ വിമർശനം. അങ്ങനെ ഒരു വിമർശനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ വിമർശനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ, അതിലേക്ക് എണ്ണ ഒഴിക്കുന്ന തരത്തിലുള്ള പ്രതികരണം പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം BJP നേതാക്കൾക്കും അണികൾക്കും ഒക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് പൊതുവെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ രാമമന്ത്രം ജപിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ രാമമന്ത്രം ജപിച്ചാൽ മതി, ക്ഷേത്രങ്ങൾ വൃത്തിയാക്കിയാൽ മതി, നാട്ടുമ്പുറങ്ങളിൽ ഈ വിളക്ക് കത്തിക്കുക, അന്നദാനം നടത്തുക, പ്രാർത്ഥനകൾ നടത്തുക. പക്ഷേ വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്, ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് ഇവരായിരിക്കും പ്രാണപ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സംഘപരിവാർ ചടങ്ങെന്ന നിലയിൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രധാന ചടങ്ങുകളിലൊക്കെ ഭാഗമാകുന്നത് സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്നവരാണെന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്.
അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അതിൻ്റെ പ്രാരംഭ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ, വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു ചെറിയ ഇടവേള കൂടി എടുക്കാം. അല്പസമയത്തിനകം പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട പ്രധാനമന്ത്രി അല്പസമയത്തിനകം ക്ഷേത്രാങ്കണത്തിൽ വന്നിറങ്ങും. അതിനുശേഷമാണ് ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ തുടക്കമാവും.